സൺഡേ SM സ്ട്രീറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എങ്കിൽ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾക്കൊക്കെ ഇല്ലേ, കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഷർട്ടുകളാണിത്. കൂടുതൽ മുതിർന്നവർക്ക് ഉപയോഗിക്കാവുന്ന ഷർട്ടുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഷർട്ടിന്റെ റേറ്റ് മൂപ്പര് പറഞ്ഞത് 100 രൂപയാണ്. എങ്കിലും നമുക്ക് അത്യാവശ്യം റേറ്റ് ഒക്കെ കുറച്ചൊക്കെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അത് കോഴിക്കോട് മിഠായി തെരുവല്ലേ, അപ്പോൾ പോയവർക്ക് അറിയാമല്ലോ. നമുക്ക് വിലയൊക്കെ പേശി കുറച്ച് നമുക്ക് വില കുറച്ചെടുക്കാവുന്നതാണ്. പിന്നെ മുതിർന്നവരുടെ ഷർട്ടിനും 100 രൂപ തന്നെയാണ് വരുന്നത്. പിന്നെ കൂടുതൽ ചെരുപ്പുകൾ, ഷൂസുകളാണ് ഉള്ളത്. ഈ കാണുന്ന ചെരുപ്പൊക്കെ ഇല്ലേ, ലെതർ ടൈപ്പ്, അതിനൊക്കെ 350 രൂപ ഒക്കെയാണ് റേറ്റ് പറഞ്ഞത്. എങ്കിലും റേറ്റ് നമുക്ക് കുറച്ച് വാങ്ങിക്കാവുന്നതാണ്. ഈ കാണുന്ന വൈറ്റ് കളറിലെ ചെരുപ്പില്ലേ, അതിന് 100 രൂപയാണ് മൂപ്പര് പറഞ്ഞത്. പിന്നെ 150, 250. ഈ കാണുന്ന ചെരുപ്പില്ലേ, കയ്യിൽ അടുത്തേക്കുന്ന ചെരുപ്പ്, ഇതിന് 350 രൂപയാണ് മൂപ്പര് പറഞ്ഞത്. എങ്കിലും നമ്മൾ പുറത്തെ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരു 500 രൂപയൊക്കെ തന്നെ ആവുന്നുണ്ട്. ലെതറിന്റെ ചെരുപ്പല്ലേ. പിന്നെ ഇതിൽ എക്സ്ട്രാ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ കൂടുതൽ ഷൂസ്, ചെരുപ്പ് അതൊക്കെയായിരുന്നു ഉള്ളത്. പിന്നെ നമുക്ക് വീട്ടിലൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാവുന്ന ചെരുപ്പിനൊക്കെ 50 രൂപ റേറ്റ് ഒക്കെയാണ് വരുന്നത്. ആ ചെരുപ്പ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് വീഡിയോയിൽ. പിന്നെ ഈ കാണുന്ന ബെൽറ്റ് ഇല്ലേ, ഇതിന് 100 രൂപയാണ് വരുന്നത്. പിന്നെ ഇതിൽ ഏത് പേഴ്സ് എടുത്താലും 100 രൂപയാണ് വരുന്നത്. അപ്പോൾ കുറേ പേഴ്സുകൾ, നല്ല കളക്ഷനായിട്ടുള്ള ഇപ്പോഴത്തെ മോഡലായിട്ടുള്ള പേഴ്സുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതിൽ ഒരു പേഴ്സ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് 100 രൂപയാണ് വരുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് പേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ലായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പേഴ്സാണിത്. ബ്ലാക്ക് കളറിലാണ് വരുന്നത്. പ്യൂമയെന്ന് പറയുന്ന മോഡലിലെ പേഴ്സായിരുന്നത്. പിന്നെ ഈ കാണുന്ന ചെരുപ്പില്ല, ഇതാണ് ഞാൻ പറഞ്ഞത് 50 രൂപേൻ്റെ ചെരുപ്പാണ് ഇത്. ഇത് വീട്ടിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഈ കാണുന്ന തോർത്തൊക്കെയില്ലേ, ഇത് 20 രൂപ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി 30 രൂപ വരെയാണ് വരുന്നത്. പിന്നെ ഈ മുണ്ടൊക്കെ ഇല്ലേ, ഈ കൈലിമുണ്ട്, അതിനൊക്കെ 100 രൂപ റേറ്റാണ് വരുന്നത്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മുണ്ടായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ വൈറ്റ് കളറിൽ ഈ കാണുന്ന മുണ്ടൊക്കെ ഇല്ലേ, കൈലിമുണ്ട്, ഇതിനൊക്കെ 100 രൂപയാണ് വരുന്നത്. നമ്മൾ പുറത്തെ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 150 രൂപ റേറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഡാമേജ് ഉള്ള പീസുകൾ നമ്മൾ നോക്കിയെടുക്കരുത്, അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ചെരുപ്പിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ചെരുപ്പ് തന്നെയാണ്, എന്നാലും നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ ഈ കാണുന്ന ഈ ചെരുപ്പൊക്കില്ലേ, ഇതൊക്കെ 100, 50, 250 ആ റേറ്റിലാണ് വരുന്നത്. കുട്ടികളുടെ ചെരുപ്പിനൊക്കെയാണ് 50 രൂപ വരുന്നത്. ഇങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെരുപ്പില്ലേ, സാധാ മോഡലിലെ, അതിനൊക്കെ 50 രൂപയൊക്കെയാണ് വരുന്നത്. ഈ കാണുന്ന ചെരുപ്പില്ലേ, ഇതിന് 200 രൂപ റേറ്റാണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പാണ്. പിന്നെ നമുക്ക് വില പേശി എടുക്കുകയും ചെയ്യാം. നമുക്ക് വിലയൊക്കെ ഓരോട് തന്നെ പറയാം. ഒരു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ വില പറഞ്ഞോളി എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിലയൊക്കെ പേശി നമുക്ക് വിലയൊക്കെ കുറച്ച് ഒരു തരുന്നതാണ്. ഇങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. സൺഡേ മാർക്കറ്റ് ആയതുകൊണ്ട് ഒരുപാട് അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ തന്നെ ഉണ്ടായിരുന്നു. സൺഡേ ദിവസമാണ് കൂടുതൽ വരിയോര കച്ചവടക്കാരെ കാണുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ വരിയോര കച്ചവടക്കാരൊന്നും കാണാറില്ല. കൂടുതൽ അന്ന് കടകളായിരിക്കും കൂടുതലുള്ളത്. അപ്പോൾ ഈ വരിയോര കച്ചവടക്കാരുടെ അടുത്തായിരിക്കും നല്ല തിരക്കുമുള്ളത്. ഞങ്ങൾ പിന്നെ മൊബൈൽ പൗച്ചിൻ്റെയാണ് നോക്കിയത്. 30 രൂപ സ്റ്റാർട്ടിങ്ങിലാണ് മൊബൈൽ പൗച്ചിൻ്റെ റേറ്റ് വരുന്നത്. 30, 50, 70, 100 ആ റേറ്റിലാണ് വരുന്നത്. 100 രൂപ പറഞ്ഞ പൗച്ചിന് നല്ല ക്വാളിറ്റിയുള്ള പൗച്ച് തന്നെയായിരുന്നു. നമ്മൾ പുറത്തെ കടയിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ ഒരു 300 രൂപയൊക്കെ വരുന്നുണ്ട്. പിന്നെ 50 രൂപയുടെ പൗച്ചും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പൗച്ചിൽ ഇതിന് 50 രൂപ റേറ്റ് ആയിരുന്നു വരുന്നത്. പിന്നെ 30 രൂപ റേറ്റ് വരുന്ന സാധാ മോഡലിലെ പൗച്ചായിരുന്നു വരുന്നത്. ഈ പൗച്ചിനൊക്കെ 30 രൂപ റേറ്റാണ് വരുന്നത്. ഇതുപോലത്തെ കുറേ പൗച്ചുകൾ ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 30 രൂപ പൗച്ചിൻ്റെ വരുന്നത്. ഇത് 50 രൂപ പൗച്ചാണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് 30 രൂപ പൗച്ച് വരുന്നത്. ഇങ്ങനത്തെ ഇത് സാധാ മോഡൽ പൗച്ചാണ് വരുന്നത്. എന്താ നല്ല ഭംഗിയുണ്ട്. നമ്മൾ അല്ലാതെ എടുക്കുമ്പോൾ ഒരു 100 രൂപ റേറ്റൊക്കെ വരുന്നുണ്ട് പുറത്തെ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ. പിന്നെ അധികവും പൗച്ചുകളാണ് മൂപ്പറെടുത്തുള്ളത്. പിന്നെ ഈ കട്ടർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു മൂപ്പറുടെ കയ്യിലുള്ളത്. ഈ നെയിൽ കട്ടറില്ലേ, അതൊക്കെയായിരുന്നു മൂപ്പറുടെ കയ്യിലുള്ളത്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയായിരുന്നു. പിന്നെ ചാർജ്, മൊബൈലിനൊക്കെ ചാർജ് ചെയ്യണ കേബിളില്ലേ, അത്, അഡാപ്റ്റർ, അതിനൊക്കെ 30, 50 റേറ്റ് ആയിരുന്നു വരുന്നത്. ഇത് പഴയ വാച്ചുകളുടെ കളക്ഷനാണ്. ഇതിനൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു. പഴയ കാലത്തെ വാച്ചിനൊക്കെ ആൾക്കാരുണ്ടല്ലോ, ഓരോ പഴയകാലത്തെ സാധനങ്ങൾക്കൊക്കെ നല്ല ഡിമാൻഡല്ലേ. ഈ വാച്ചിനൊക്കെ 150 റേറ്റൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വില ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വിലയൊക്കെ കുറച്ച് തരുന്നുണ്ട്. എന്നാൽ ഒത്തിരി വില കുറച്ച് തരുത്തുമില്ല, മാന്യമായിട്ടുള്ള രീതിയിലൊക്കെ വില കുറച്ച് തരുന്നുണ്ടായിരുന്നു അവർ.
പിന്നെ ഒരാൾക്കാക്കാൻ്റെ അടുത്താണെങ്കിൽ ഈ മാലയിൽ കുട്ടികളുടെ മാല, കമ്മൽ, അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസും മൂപ്പരുടെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വാച്ചൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല വാച്ച് തന്നെയാണല്ലോ, നല്ല ക്വാളിറ്റി ഒക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു വാച്ചിന്. പഴയ വാച്ചാണെങ്കിലും നല്ല അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയത് വെള്ളമുണ്ടിന്റെ സെക്ഷനാണ്. ഈ കസവൻമുണ്ടൊക്കെ വരൂലേ, ആ സെക്ഷനിലേക്കാണ് നോക്കിയത്. ഈ കാണുന്ന ഈ വെള്ളമുണ്ടൊക്കെ ഇല്ലേ, ഇതൊക്കെ നല്ല വിലക്കുറവിലാണ് ഒരു കൊടുക്കുന്നത്. ഈ വെള്ളമുണ്ടിനൊക്കെ വില വരുന്നത് 150 രൂപയാണ്. പിന്നെ കൈലിമുണ്ടിനൊക്കെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 100 രൂപയിലാണ്. അപ്പോൾ വെള്ളമുണ്ടൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. നമുക്ക് എടുത്ത് നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്, വീഡിയോയിൽ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്, നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പുറത്തെ തുണിക്കടയിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ നല്ല റേറ്റിൽ വാങ്ങുന്ന സാധനങ്ങളാണ് ഇവിടെ നല്ല വിലക്കുറവിൽ അഫോർഡബിൾ റേറ്റിൽ തന്നെ വിറ്റിരിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന ബ്ലൂടൂത്ത് ഇല്ലേ, ഇതൊക്കെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 100 രൂപ സ്റ്റാർട്ടിങ്ങിലാണ് തുടങ്ങുന്നത്. ഇത് വയർലെസ് അതിൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വെച്ച് തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ ഫോണിലൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ എടുത്താൽ മതി. അപ്പോൾ ഈ അഡാപ്റ്റർ ഇല്ലേ, ഇതിനൊക്കെ 50 രൂപയാണ് തുടങ്ങുന്നത് സ്റ്റാർട്ടിങ്. പിന്നെ മൊബൈലിൻ്റെ ചാർജ് ഇല്ലേ, ചെയ്യണ കേബിളില്ലേ, ഇതൊക്കെ 30 രൂപ റേറ്റിലാണ് തുടങ്ങുന്നത്. ഞങ്ങളപ്പോൾ 2 കേബിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മൊബൈലിന് ഉപയോഗിക്കുന്ന 2 കേബിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങളത് ഉപയോഗിക്കുന്നുണ്ട്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. അത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ ആയിരുന്നു. പിന്നെ ഈ പഴയ സെക്കൻഡ് ഹാൻഡ് ഫോണില്ലേ, അതൊക്കെ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. 100 രൂപ സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് മൊബൈൽ ഫോൺ ഈ പഴയ നോക്കിയൻ്റെ ഒക്കെ സെറ്റ് വിൽക്കുന്നത്. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ നല്ല വിലക്കുറവിൽ തന്നെ 10 രൂപയൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതായത് പൈപ്പില്ലേ, നമ്മൾ വീട്ടിലേക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ പൈപ്പില്ലേ, അതിനൊക്കെ 10-20 റേറ്റ് ഒക്കെയാണ് വരുന്നത്. പിന്നെ ഈ കാണുന്ന മീനില്ലേ, ഇതിനൊക്കെ ജോഡിക്ക് വില വരുന്നത് 20 രൂപയാണ്. ഇവിടെ എല്ലാ തരം മീനും ഉണ്ട്. ഗോൾഡ് ഫിഷ്, ഗപ്പി, ഫൈറ്റർ, എല്ലാ തരം മീനും ഉണ്ട്. നമ്മൾ അക്വേറിയത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ തരം മീനും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ജോഡിക്കൊക്കെ 20 രൂപ നല്ല ലാഭമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. നമ്മൾ പുറത്തെ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 60 രൂപയൊക്കെ ജോഡിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല നല്ല വിലക്കുറവിൽ തന്നെയാണ് നമുക്ക് തോന്നിയത്. നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെ വിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് നല്ല വെർത്താണ്, വാങ്ങണവർക്ക് നല്ല വെർത്തായിരിക്കും. പിന്നെ പെയിന്റ് ഒക്കെ ഇല്ലേ, പെയിന്റ് വീട്ടിൽ ഉപയോഗിക്കുന്ന പെയിന്റ്, അതിന്റെ സെക്ഷനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് റേറ്റ് ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. പെയിന്റിന്റെ ഒക്കെ ഏഷ്യൻ പെയിന്റിന്റെ ആണ് വരുന്നത്. അത് 1/2 ലിറ്ററിന്റെ ഒക്കെയാണ് ഏഷ്യൻ പെയിന്റിന്റെ വരുന്നത്. പിന്നെ സൺഡേ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ വരിയോര കച്ചവടക്കാരാണ്. അവരുടെ അടുത്ത് കൂടുതൽ ചെരുപ്പ്, ഷൂസ്, അതിന്റെ സെക്ഷൻ തന്നെ ആയിരുന്നു. 100 രൂപയുടെ ചെരുപ്പൊക്കെയാണ് ഈ കാണുന്നത്. ലെതറിന്റെ ചെരുപ്പിന് വരുന്നത് 250, 300 ആ റേറ്റ് ആണ്. പിന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന ലൈറ്റർ, കത്തി, അതൊക്കെയാണ്. ഇതിനൊക്കെ 20, 30 റേറ്റ് ആണ് വരുന്നത്. പിന്നെ സൺഡേ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വെയിലും നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങളാണ് നോക്കിയത്. ഈ കാണുന്ന ലാപ്ടോപ്പിലെ ഇതിനെന്തോ ചിപ്പ് എന്തോ പോയിട്ടുണ്ട്, അത് മാറിയാൽ മതിയെന്നാണ് മൂപ്പര് പറഞ്ഞത്. എന്തോ ചിപ്പോ എന്തോ പോയിട്ടുണ്ട്, അത് നമ്മൾ ശരിയാക്കി എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ കൂടുതൽ മൂപ്പരെടുത്ത് മൊബൈൽ ഫോണായിരുന്നു ഉള്ളത്. മൊബൈൽ ഫോണും പിന്നെ സ്പീക്കർ, അതൊക്കെയായിരുന്നു. ചാർജ് കേബിള്, ഇതൊക്കെയായിരുന്നു വരുന്നത്. ഇതൊക്കെ സെക്കൻഡ് സാധനങ്ങളാണ്. നമ്മൾ വാങ്ങിച്ചാലും ഇതിനെന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇത് നോക്കണം. ആ രീതിയിലാണ് അവർ വിൽക്കുന്നത്. വാറന്റി കാര്യങ്ങളൊന്നും വരുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കിയെടുക്കാതെ ഉള്ളൂ പറയാനുള്ളത്. ഇലക്ട്രോണിക് സാധനങ്ങളല്ലേ, അപ്പോൾ അത് നമ്മൾ നോക്കിയെടുക്കുക. പിന്നെ ചാർജ് കേബിള്, പിന്നെ ബ്ലൂടൂത്തിന്റെ ഹെഡ്സെറ്റ്, ഇതൊക്കെ ഉണ്ടായിരുന്നു മൂപ്പരെടുത്ത്. സ്പീക്കറാണ് കൂടുതൽ കണ്ടത്. പിന്നെ വാച്ച്, അങ്ങനത്തെ സാധനങ്ങളായിരുന്നു മൂപ്പരെടുത്ത് കൂടുതലുള്ളത്. സ്പീക്കറിൽ ഇതിന് 350 റേറ്റ് പറഞ്ഞത്. 350 രൂപയ്ക്ക് കുഴപ്പമില്ല, അഫോർഡബിൾ റേറ്റ് ആയിട്ട് തോന്നി. എന്നാലും നമ്മൾ നോക്കിയെടുക്കുക, സെക്കൻഡ് സാധനങ്ങളല്ലേ. പിന്നെ ഈ കാണുന്ന ചെരുപ്പില്ലേ, ഇതിന് 50 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ലെതറിന്റെ ചെരുപ്പിന് വരുന്നത് 200 രൂപ റേറ്റുമാണ്. ഇപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കുന്ന ചെരുപ്പിന് 50 പറഞ്ഞെങ്കിലും നമ്മൾ 30 രൂപയ്ക്കൊക്കെ ഒരു തരുന്നുണ്ട്. 30 പറയുമ്പോൾ നമുക്ക് തരുന്നുണ്ട്. പിന്നെ നമ്മൾ സാധനങ്ങൾ വില കുറയ്ക്കുമ്പോൾ നമ്മൾ എടുക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് നല്ല ദേഷ്യവും വരുന്നുണ്ട്, കടക്കാരല്ലേ. അപ്പോൾ നമ്മൾ റേറ്റ് ഒക്കെ ചോദിക്കുമ്പോൾ ഒരു റേറ്റ് പറയുന്നുണ്ട്. എന്നിട്ട് ഒരു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ സാധനം എടുക്കുമെങ്കിൽ നമ്മൾ റേറ്റ് കുറച്ച് തരാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ കാണുന്ന ഷൂസില്ലേ, ഇതിന് വില വരുന്നത് 500 രൂപയാണ്. അതെ, അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഷൂസായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നേ. പിന്നെ എക്സ്ട്രാ സ്റ്റിച്ചിങ് ഒക്കെ വരുന്ന ഷൂസിന് 350 രൂപ റേറ്റുമാണ് വരുന്നത്. ഈ കാണുന്ന ഈ ചെരുപ്പില്ലേ, ഇതിന് 100 രൂപ റേറ്റാണ് ഒരു പറഞ്ഞത്. ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് ലെതറിന്റെ ചെരുപ്പാണെന്ന്. പക്ഷെ എന്നാൽ അതിന്റെ അടിഭാഗമൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ഇതായിരുന്നേ. ഇങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കുമായിരുന്നു. ഇതിന് എക്സ്ട്രാ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് തയ്ക്കേണ്ട കാര്യമില്ല, സ്റ്റിച്ചിങ് വരുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ല ലാഭമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. 100 രൂപ അത്യാവശ്യം
വിലക്കുറവായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാണുന്ന ഷൂസില്ലേ ഇതിനൊക്കെ 350, 250 റേറ്റാണ് വരുന്നത്. ഈ ഫാഷൻ്റെ ഷൂസില്ലേ ഇതിന് 300 രൂപയാണ് പറഞ്ഞത്. ഈ കാണുന്ന ഷൂസിൽ ഇത് ഒത്തിരി ക്യൂട്ടായിട്ട് തോന്നിയ ഷൂ ആണ്. ഇതിന് റേറ്റ് പറഞ്ഞത് 350 രൂപ റേറ്റാണ് പറഞ്ഞത്. കൂടുതൽ 350 രൂപ 200 രൂപ റേറ്റിലുള്ള ഷൂസുകളാണ് മൂപ്പരടുത്തുള്ളത്. ഇതൊക്കെ 100 രൂപ 150 രൂപ വരുന്ന ചെരുപ്പുകളാണ്. പിന്നെ കൂടുതൽ മൂപ്പരടുത്ത് ഷൂസിന്റെ ഒരു വലിയൊരു സെക്ഷൻ തന്നെ മൂപ്പരടുത്തുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഞങ്ങളോട് ഓരോ ഷൂസിന്റെ വില ഇങ്ങനെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. കാണുന്ന ചെരുപ്പ് ഇതിനൊക്കെ 100 രൂപ 150 രൂപ. കാണുന്ന വൈറ്റ് ഷൂ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 300 രൂപയിലാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഷൂസല്ലേ, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, എനിക്ക് സൈസ് കറക്റ്റ് ആവാഞ്ഞിട്ടായിരുന്നു. ഷൂസ് എനിക്ക് വരുന്ന 9 ഇഞ്ചാണ്. അപ്പോൾ അതെനിക്ക് കറക്റ്റ് അല്ലായിരുന്നു. ഇതൊക്കെ 8 ഇഞ്ചിൻ്റെ വരുന്നതായിരുന്നു. 8 ഇഞ്ചാണ് വരുന്നത്. ഈ കാണുന്ന ലെതറിന്റെ ചെരുപ്പില്ല, ഇത് നമ്മൾ പുറത്തെ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 250, 700 റേറ്റ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ 300 രൂപ സ്റ്റാർട്ടിങ്ങിലായിരുന്നു തുടങ്ങുന്നത്. ഈ ഷൂ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഷൂ ആയിട്ട് തോന്നുന്നു. ലെതറിന്റെ ഷൂ അല്ലേ. ഇതിന് ഒരു വില പറഞ്ഞത് 350. അപ്പോൾ കൂടുതൽ 350 രൂപയുടെ ഷൂ ആയിരുന്നു വരുന്നത്. പിന്നെ ഈ കാണുന്ന ചെരുപ്പില്ല, ഇതൊക്കെ 150 രൂപ സ്റ്റാർട്ടിങ്ങിലാണ് തുടങ്ങുന്നത്. 100 രൂപ 150 രൂപ. പിന്നെ ഈ കാണുന്ന ഷൂസ് ഈ ചെരുപ്പില്ലേ ഇതിന് 150 രൂപയാണ് റേറ്റ് വരുന്നത്. കാണുന്ന ചെരുപ്പിന് 100 രൂപ റേറ്റുമാണ് വരുന്നത്. ഈ 2 ചെരുപ്പിന് 100 രൂപ റേറ്റാണ് പറഞ്ഞത്. പിന്നെ കൂടുതൽ ചെരുപ്പിൻ്റെയും ഷൂസിൻ്റെയും തന്നെ സെക്ഷനായിരുന്നു. ഞങ്ങൾ പിന്നെ കടയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നേ, SF സ്ട്രീറ്റിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏത് ഷൂസ് എടുത്താലും 100 രൂപ 150 രൂപ 200 രൂപ റേറ്റാണ് വരുന്നത്. ഇപ്പോൾ ചെരുപ്പിനൊക്കെയാണ് 100 രൂപ റേറ്റ് വരുന്നത്. ഷൂസിനൊക്കെ 150 രൂപ 200 രൂപ റേറ്റാണ് വരുന്നത്. ഈ കാണുന്ന ഷൂസില്ലേ ഇതിനൊക്കെ 400 രൂപയാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. 400, 500, 700 അങ്ങനത്തെ ഷൂസാണ് റേറ്റ് വരുന്നത്. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഷൂ ഇല്ലേ അതിന് 400 രൂപ റേറ്റാണ് വരുന്നത്. പിന്നെ ഇതൊക്കെ 500 അങ്ങനെ റേറ്റ് വരുന്നുണ്ട്. ഈ 200, 300 പറഞ്ഞ ഷൂ ഇല്ലേ അതൊക്കെ ഈ തുണീൻ്റെ ഒക്കെ ടൈപ്പ് വരൂലേ അങ്ങനത്തെ ഷൂ ആണ് 200 രൂപ റേറ്റിലൊക്കെ വരുന്നത്. ലെതർ ടൈപ്പിലേക്ക് വരുമ്പോൾ അത് 400 രൂപ സ്റ്റാർട്ടിങ്ങിലേക്ക് തുടങ്ങുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഷൂ ഇല്ലേ ഇതിനൊക്കെ 600 രൂപ റേറ്റാണ് അവർ പറഞ്ഞത്. അത് നല്ല ക്വാളിറ്റി ഉള്ള ഷൂ ആയിട്ടും പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഷൂ ആയിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ വൈറ്റ് ഷൂ ഇല്ലേ ഇതിനൊക്കെ 500, 600 ആ റേറ്റിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കുറേ കളക്ഷൻ ഉണ്ട്. ഇപ്പോൾ കളിക്കണ പുതിയ മോഡലുള്ള കളക്ഷൻ തന്നെയാണ് ഇവിടെ കണ്ടത്. കോഴിക്കോട് മിഠായി തെരുവിൽ കൂടുതലും ഇപ്പോഴത്തെ കളക്ഷനാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്ന പുതിയ കളക്ഷനിലെ അതൊക്കെയാണ് ഞങ്ങൾ കണ്ടത്. പിന്നെ എല്ലാം നല്ല റേറ്റ് കുറവായിട്ടും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെ വിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഷൂ ഇല്ലേ ഈ വൈറ്റ് ഷൂ അതിനൊക്കെ 600 രൂപ റേറ്റാണ് അവർ പറഞ്ഞത്. പിന്നെ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കിയെടുക്കുക, മിഠായി തെരുവില്ലേ അപ്പോൾ നമ്മൾ കൂടുതൽ നോക്കിയെടുക്കുക. ഈ കാണുന്ന മോതിരമില്ലേ ഇതിനൊക്കെ 100, 50 ആ റേറ്റിലേക്കാണ് വരുന്നത്. 20 രൂപ സ്റ്റാർട്ടിങ്ങിലാണ് മോതിരത്തിൻ്റെ ഒക്കെ റേറ്റ് തുടങ്ങുന്നത്. പിന്നെ ഇതിലൊരു ക്യൂട്ടായിട്ടുള്ളൊരു മോതിരം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന് 100 രൂപ റേറ്റാണ് വരുന്നത്. ഇത് ഇങ്ങനെ പേര് എഴുതിയിട്ടുള്ള അള്ളാഹു അങ്ങനെയൊക്കെ എഴുതിയിട്ടില്ലേ, നാമങ്ങൾ എഴുതിയിട്ടില്ലേ, അങ്ങനെയൊക്കെയുള്ള മോതിരത്തിനൊക്കെ 100 രൂപ റേറ്റാണ് വരുന്നത്. ഈ കല്ല് വെച്ചിട്ടുള്ള ചെറിയ മോതിരമില്ലേ അതിനൊക്കെ 20 രൂപ റേറ്റാണ് വരുന്നത്. ഈ വലിയ കല്ലുള്ള ഈ മോതിരയില്ലേ ഇതൊക്കെ 100, 150 ആ റേറ്റിലേക്ക് വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മോതിരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. ആ ടൈഗറിൻ്റെ ഒക്കെ ഹെഡ് വരുന്ന ആ മോതിരയില്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ 150 രൂപ റേറ്റിലാണ് വരുന്നത്. പിന്നെ 20 രൂപയുടെ റേറ്റിൽ വരുന്ന മോതിരം ഈ കുട്ടികളുടെയും പിന്നെ ഈ ഗേൾസിൻ്റെ ഒക്കെ ടൈപ്പ് വരുമല്ലേ അതൊക്കെയാണ് 20 രൂപ ടൈപ്പ് വരുന്നത്. പിന്നെ സൺഡേ മാർക്കറ്റ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. നല്ല ചൂടും വെയിലൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഇങ്ങനെ വീഡിയോസ് എടുത്തപ്പോൾ ഇങ്ങനെ തിരക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ കടകളിലും അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നേ. പിന്നെ ഈ കാണുന്ന ഈ ഡ്രസ്സില്ലേ ഇതിന് 100 രൂപ റേറ്റാണ് അവർ പറഞ്ഞത്. ഈ കുട്ടികളുടെ ഈ ഡ്രസ്സില്ലേ ഇതിന് 200 രൂപ റേറ്റും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണ്. ആ ഡ്രസ്സിന് അറ്റാച്ച്ഡ് ആയിട്ട് ഈ പൗച്ചും വരുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. ആ റെഡ് കളറിലെ ഫ്രോക്കില്ലേ അതിന് 150 രൂപ റേറ്റാണ് അവർ പറഞ്ഞത്. 100 രൂപ സ്റ്റാർട്ടിങ്ങിലാണ് ഫ്രോക്കുകളൊക്കെ തുടങ്ങുന്നത്. ഇത് ഈ ഹിന്ദിയൊക്കെ പറയണ ഒരു ചേട്ടനാണ്, ഹിന്ദിക്കാരനാണ്. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ നമ്മളോട് നല്ല സഹകരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ എടുത്തപ്പോൾ കുറേ ഡ്രസ്സ് ഇങ്ങനെ നമ്മളെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഡ്രസ്സില്ലേ ഇതൊക്കെ തുണിക്കടേൻ്റെ പുറത്തിട്ടേക്കുന്ന ഡ്രസ്സാണ്. തുണിക്കടയിൽ നിന്ന് തന്നെ എടുത്തിട്ടേക്കുന്ന ഡ്രസ്സാണ്. ഇതൊക്കെ 100 രൂപ സ്റ്റാർട്ടിങ്ങിലാണ് തുടങ്ങുന്നത്. ഈ ഫ്രോക്കില്ലേ ക്യൂട്ടായിട്ടുള്ള ഇതിൽ ഏത് ഫ്രോക്ക് നമ്മൾ എടുത്താലും 100 രൂപയാണ്
സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കിയെടുക്കുക, ഇത് തിരിച്ചെടുക്കണ സാധനങ്ങളൊന്നുമല്ല. നമ്മളിത് വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷം കൊണ്ടുവന്നാൽ ഇത് തിരിച്ചെടുക്കൂല. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് തന്നെ നമ്മൾ തിരിച്ച് മറിച്ചുമൊക്കെ നല്ലതായിട്ട് നോക്കേണ്ടതാണ്. ഡാമേജ് ഉള്ള സാധനങ്ങളും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളത് നോക്കി എടുക്കേണ്ടതാണ്. പിന്നെ ഞങ്ങളുടെ വീഡിയോ കാണുമെന്ന് നല്ല കൂട്ടുകാരെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തു.